ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ എടുക്കുന്നത് കോസ്റ്റ് സെൻറ്റർ ആൻഡ് കോസ്റ്റ് കാറ്റഗറി. ആദ്യം തന്നെ കോസ്റ്റ് സെൻറ്റർ, കോസ്റ്റ് കാറ്റഗറി ടാലിയിൽ എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്നുള്ളത് പറയാം. കോസ്റ്റ് സെൻറ്റർ എന്ന് പറയുന്നത്, അതായത് ഒരു കമ്പനിയിൽ തന്നെ ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ടെങ്കിൽ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വരുന്ന കോസ്റ്റ് അല്ലെങ്കിൽ എക്സ്പെൻസസ് അതാത് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കോസ്റ്റ് സെൻറ്റർ എന്നുള്ള ഓപ്ഷൻ യൂസ് ചെയ്യുന്നത്. പിന്നെ കോസ്റ്റ് കാറ്റഗറി എന്ന് പറയുന്നത്, ഇപ്പം ഹെഡ് ഓഫീസ്, ബ്രാഞ്ചസ് ആ ഒരു രീതിയിൽ കമ്പനിക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് കോസ്റ്റ് കാറ്റഗറി, കോസ്റ്റ് സെൻറ്റേഴ്സ് നമുക്ക് എടുക്കാം. പിന്നെ ഇപ്പോൾ ഒരു കമ്പനിയിൽ തന്നെ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്, ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്, പിന്നെ അതിനകത്ത് വേറെ ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ അങ്ങനെ വരുന്ന കേസിൽ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻ്റ് എന്നുള്ളത് അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ ഡിപ്പാർട്ട്മെൻ്റ് എന്നുള്ളത് നമുക്ക് കാറ്റഗറി ആയിട്ട് ക്രിയേറ്റ് ചെയ്യാം. അതിൽ വരുന്ന ഡിപ്പാർട്ട്മെൻറ്റ്സ് കോസ്റ്റ് സെൻറ്ററായിട്ട് ക്രിയേറ്റ് ചെയ്യാം. എന്നിട്ട് അതിലേക്ക് വരുന്ന ട്രാൻസാക്ഷൻസ് അതാത് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് എൻ്റർ ചെയ്ത് കൊടുക്കാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് ടാലിയിൽ കോസ്റ്റ് സെൻറ്റർ ആക്ടിവേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ F11 അതായത് ഫീച്ചേഴ്സിൽ, അക്കൗണ്ടിങ് ഫീച്ചേഴ്സിൽ ഇവിടെ മെയിൻറ്റെയിൻ കോസ്റ്റ് സെൻറ്റേഴ്സ് ഓപ്ഷൻ ആക്ടിവേറ്റ് ചെയ്യുക, എസ് കൊടുക്കുക. ഇപ്പം കോസ്റ്റ് കാറ്റഗറി വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ എസ് കൊടുക്കാം. ദെൻ അക്സെപ്റ്റ് ചെയ്യാം, കൺട്രോൾ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് കോസ്റ്റ് സെൻറ്റർ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇതിൽ നിന്ന് ക്വിറ്റ് ചെയ്യുക. അക്കൗണ്ട്സ് ഇൻഫോയിലാണ് കോസ്റ്റ് സെൻറ്ററിൻ്റെ പ്രൈമറി ക്രിയേഷൻ വരുന്നത്. അതുപോലെ കോസ്റ്റ് കാറ്റഗറിയുടെ പ്രൈമറി ക്രിയേഷൻ വരുന്നതും അക്കൗണ്ട്സ് ഇൻഫോയിലാണ്. അപ്പോൾ ഇവിടെ കോസ്റ്റ് സെൻറ്റർ എടുത്തിട്ട് ക്രിയേറ്റ് കൊടുക്കുകയാണെങ്കിൽ കോസ്റ്റ് സെൻറ്റർ ക്രിയേഷൻ കിട്ടും. ഓക്കെ, ഈ കോസ്റ്റ് സെൻറ്റർ ക്രിയേഷൻ വിൻഡോയിൽ ഫസ്റ്റ് ചോദിക്കുന്നത് കാറ്റഗറി ഏതാണെന്നാണ് ചോദിക്കുന്നത്, അതായത് കോസ്റ്റ് കാറ്റഗറി. ഇപ്പം സപ്പോസ് ഒരു കമ്പനിക്ക് കോസ്റ്റ് കാറ്റഗറി ഞാൻ പറഞ്ഞ പോലെ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ ആ ഒരു രീതിയിൽ, ഫാക്ടറി വേറെ, അതിൽ വരുന്ന ഡിപ്പാർട്ട്മെൻറ്റ്സ് വേറെ, അതുപോലെ ഡിസ്ട്രിബ്യൂഷൻ വേറെ, അതിൽ വരുന്ന ഡിപ്പാർട്ട്മെൻറ്റ്സ് വേറെ. അപ്പം അങ്ങനെ വരുന്ന കേസിൽ വേണമെങ്കിൽ ഇതുപോലെ കോസ്റ്റ് കാറ്റഗറി ക്രിയേറ്റ് ചെയ്തിട്ട് അതിലേക്ക് നമുക്ക് ഓരോ ഡിപ്പാർട്ട്മെൻറ്റും കൊടുക്കാൻ പറ്റും. അല്ലെങ്കിൽ ഇപ്പം ഹെഡ് ഓഫീസ്, ബ്രാഞ്ചസ് ആ ഒരു രീതിയിലാണ് കമ്പനി പോകുന്നതെന്നുണ്ടെങ്കിൽ ഹെഡ് ഓഫീസ് നമുക്ക് കാറ്റഗറി സെലക്ട് ചെയ്ത് കൊടുക്കാം, കാറ്റഗറി ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാം. ബ്രാഞ്ചസ് ഓരോ കോസ്റ്റ് സെൻറ്ററായിട്ട് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇനിയിപ്പം കോസ്റ്റ് കാറ്റഗറി ഒന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ തന്നെ പ്രൈമറി കോസ്റ്റ് കാറ്റഗറി സെലക്ട് ചെയ്താൽ മതി, അത് ഡിഫോൾട്ടായിട്ട് വന്നോളും. ഓക്കെ, ഇനി വൗച്ചേഴ്സ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അക്കൗണ്ടിങ് വൗച്ചേഴ്സിൽ ഇപ്പം നമ്മൾ വൗച്ചേഴ്സ് ക്രിയേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ നമ്മളോട് കോസ്റ്റ് കാറ്റഗറി ഏതാണെന്ന് ചോദിക്കും. ഇപ്പോൾ അക്കൗണ്ടിങ് വൗച്ചർ ക്രിയേഷൻ വിൻഡോ ആണത്. ഇതിൽ പേയ്മെൻറ്റാണ് ആക്റ്റീവായി നിൽക്കുന്നത്. ഇതിൽ ഞാനിപ്പം ഒരു സാലറി പേയ്മെൻറ്റ്, ഇപ്പം ഈ കമ്പനിക്കകത്ത് ഭാരത് കമ്പനി എന്ന് പറയുന്ന കമ്പനിക്കകത്ത് നമ്മൾ എൻട്രീസ് ഒന്നും തന്നെ എൻട്രി ചെയ്തിട്ടില്ല കേട്ടോ. അപ്പം നിങ്ങളെ കാണിക്കാൻ വേണ്ടി ജസ്റ്റ് 2-3 എൻട്രീസ് നമുക്ക് പാസ് ചെയ്ത് നോക്കാം. പേയ്മെൻറ്റിൽ ഇപ്പം നമുക്ക് സാലറി പേ ചെയ്യുന്നത്, ഇപ്പം അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെൻറ്റിലുള്ള സ്റ്റാഫിന് സാലറി പേ ചെയ്യുന്നതാണ് കാണിക്കേണ്ടത്. ഞാനിവിടെ Alt+C കൊടുത്തു, സാലറി. അപ്പോൾ ആർക്കാണ് സാലറി കൊടുക്കുന്നതെന്ന് വേണമെങ്കിൽ കാണിക്കാം. അക്കൗണ്ടൻ്റെന്നോ ഇനിയിപ്പം ആളുടെ പേര് കൊടുക്കുന്നെങ്കിൽ അങ്ങനെ കൊടുക്കാം. അണ്ടർ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് കൊടുത്തു. ഇപ്പോൾ ഇവിടെ കോസ്റ്റ് സെൻറ്റർ ആക്റ്റീവായാണ് നിൽക്കുന്നത്. നമ്മൾ ഓൾറെഡി കോസ്റ്റ് സെൻറ്റർ ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ട് ഫീച്ചേഴ്സിൽ, അതുകൊണ്ട് അക്സെപ്റ്റ് ചെയ്തു. ഇവിടെ ഞാൻ എമൗണ്ട് കൊടുത്തു, ഒരു 5000 കൊടുത്തു. വീണ്ടും എൻട്രി ചെയ്യുമ്പോൾ കോസ്റ്റ് ഡീറ്റെയിൽസ് ചോദിക്കും. കോസ്റ്റ് കാറ്റഗറി അല്ലെങ്കിൽ കോസ്റ്റ് സെൻറ്റർ ഏതാണെന്ന് നമ്മളോട് ചോദിക്കും. ഇവിടെ Alt+C കൊടുക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് കോസ്റ്റ് കാറ്റഗറി ക്രിയേറ്റ് ചെയ്യാം. ലിസ്റ്റിലുണ്ടെന്നുണ്ടെങ്കിൽ ലിസ്റ്റിൽ നിന്ന് സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ Alt+C വെച്ചിട്ട് ക്രിയേറ്റ് ചെയ്യാം. ഇപ്പോൾ കോസ്റ്റ് കാറ്റഗറി ആ കമ്പനിക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം കോസ്റ്റ് കാറ്റഗറി Alt+C വെച്ചിട്ട് ക്രിയേറ്റ് ചെയ്യാം. ഇപ്പം ഞാനിവിടെ പ്രൈമറി കോസ്റ്റ് കാറ്റഗറിയാണ് സെലക്ട് ചെയ്യുന്നത്. ഇനി ഇവിടെ Alt+C കൊടുക്കുകയാണെങ്കിൽ കോസ്റ്റ് സെൻറ്റർ ക്രിയേറ്റ് ചെയ്യാം. ഇപ്പം ഞാൻ അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കുള്ള സാലറിയാണ് പേ ചെയ്യുന്നത്.
ഇവിടെ ഫസ്റ്റ് നമ്മളവിടെ കോസ്റ്റ് സെൻറ്റർ ക്രിയേഷനിൽ കോസ്റ്റ് കാറ്റഗറി ആക്റ്റീവായി നിൽക്കുന്നതുകൊണ്ട് ഇവിടെ ഫസ്റ്റ് കാറ്റഗറി ആയിരിക്കും ചോദിക്കുന്നത്. ഇപ്പോൾ കാറ്റഗറി ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ ഓൾട്ട് സി വെച്ചിട്ട് നമുക്ക് കാറ്റഗറി നെയിം കൊടുക്കാം. ഇപ്പോൾ ഞാൻ പ്രൈമറി കോസ്റ്റ് കാറ്റഗറി തന്നെയാണ് കൊടുക്കുന്നത്. എൻ്റർ ചെയ്യുക. ഇവിടെ നമുക്ക് കോസ്റ്റ് സെൻറ്ററിൻ്റെ നെയിം കൊടുക്കാം. ഞാനിവിടെ അക്കൗണ്ടിങ് ഡിപ്പാർട്ട്മെൻ്റ് എന്ന് കൊടുത്തു. എൻ്റർ ചെയ്തു. അക്സെപ്റ്റ് ചെയ്തു. അക്കൗണ്ടിങ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് 5000 പേ ചെയ്തു. ക്രെഡിറ്റിൽ ക്യാഷ് തന്നെയാണ് പേ ചെയ്യുന്നത്. അല്ലെങ്കിൽ ബാങ്ക് ആണെങ്കിൽ ബാങ്ക് കാണിക്കാം. ക്യാഷ് കൊടുത്തു. നാരേഷൻ കൊടുക്കുക. ബീങ് സാലറി പെയ്ഡ് ടു ആർക്കാണെന്ന് വെച്ചാൽ അത് കാണിക്കാം. ദെൻ അക്സെപ്റ്റ് ചെയ്തു. ഓക്കെ, ഒരു എൻട്രി കൂടി ചെയ്യാം. ഇപ്പം മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലെ സ്റ്റാഫിനാണ് സാലറി കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് കോസ്റ്റ് സെൻറ്റർ മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് കൊടുക്കാം. ഇവിടെ സാലറി ആർക്കാണോ കൊടുക്കുന്നത് പേരൊന്നും ഞാൻ കൊടുത്തിട്ടില്ല. ഇവിടെ സാലറി ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അത് തന്നെ സെലക്ട് ചെയ്യുകയാണ്. അപ്പോൾ ആളുടെ പേര് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ക്രിയേഷൻ വിൻഡോയിൽ കൊടുക്കാം. അല്ലെങ്കിൽ ഓൾറെഡി കൊടുത്തിട്ടില്ല, നമുക്കിനി കൊടുക്കണമെന്നുണ്ടെങ്കിൽ വീണ്ടും ചെയ്യാൻ വേണ്ടിയിട്ട് സാലറി എന്നുള്ള അക്കൗണ്ട്സ് ഇൻഫോ വഴി ഓൾട്ടർ ചെയ്തിട്ട് അതിൽ ചേഞ്ചസ് വരുത്തിയാൽ മതി. ഇതിപ്പം ഞാൻ സാലറി സെലക്ട് ചെയ്തു. ഇവിടെ ഒരു 3000 കൊടുത്തു. ഇവിടെ കോസ്റ്റ് കാറ്റഗറി പ്രൈമറി കോസ്റ്റ് കാറ്റഗറി തന്നെ സെലക്ട് ചെയ്തു. ഞാൻ പറഞ്ഞു കോസ്റ്റ് കാറ്റഗറി ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ ഓൾട്ട് സി കൊടുത്തിട്ട് ക്രിയേറ്റ് ചെയ്യാം. പ്രൊഡക്ഷനോ ഡിസ്ട്രിബ്യൂഷനോ അങ്ങനെയൊക്കെ, അല്ലെങ്കിൽ ഹെഡ് ഓഫീസ് ബ്രാഞ്ചസ്, ആ ഒരു രീതിയിൽ നമുക്ക് കോസ്റ്റ് കാറ്റഗറി അല്ലെങ്കിൽ കോസ്റ്റ് സെൻറ്റർ ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഓൾട്ട് സി കൊടുത്തിട്ട് ക്രിയേറ്റ് ചെയ്യാം. ഞാനിപ്പം പ്രൈമറി കോസ്റ്റ് കാറ്റഗറി തന്നെയാണ് ചൂസ് ചെയ്യുന്നത്. വീണ്ടും എൻ്റർ ചെയ്യുമ്പോൾ ഇവിടെ ഏത് കോസ്റ്റ് സെൻറ്റർ ആണെന്ന് ചോദിക്കും. ഓൾറെഡി ക്രിയേറ്റഡ് ആണെന്നുണ്ടെങ്കിൽ അതിൽ ലിസ്റ്റിൽ നിന്ന് തന്നെ സെലക്ട് ചെയ്ത് എടുക്കാൻ പറ്റും. ക്രിയേറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ ഓൾട്ട് സി കൊടുത്താൽ മതി, ക്രിയേറ്റ് ചെയ്യാം. ഇവിടെ ഞാൻ മാർക്കറ്റിംഗ് എന്ന് കൊടുത്തു. അക്സെപ്റ്റ് ചെയ്തു. മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റാണ് കോസ്റ്റ് സെൻറ്ററായിട്ട് വന്നിരിക്കുന്നത്. ക്യാഷ് ആണെങ്കിൽ ക്യാഷ് കൊടുക്കുക. ബാങ്ക് ആണെങ്കിൽ ഏത് ബാങ്കാണെന്ന് പറയുക. എൻട്രി ചെയ്യുക. ഇവിടെ നെഗറ്റീവ് ക്യാഷ് ബാലൻസ് കാണിക്കുന്നത് നമ്മൾ ക്യാഷ് ഒന്നും ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടില്ല ഈ കമ്പനിയിലേക്ക്, അതുകൊണ്ടാണ് കേട്ടോ. നമ്മൾ ഡയറക്റ്റ് എക്സ്പെൻസാണ് എൻട്രി ചെയ്യുന്നത്, ക്യാഷ് ഒന്നും കാണിച്ചിട്ടില്ല. നരേഷൻ എൻട്രി ചെയ്ത് കൊടുക്കുക. അക്സെപ്റ്റ് ചെയ്യുക. ഇതാണ് കോസ്റ്റ് സെൻറ്റർ അല്ലെങ്കിൽ കോസ്റ്റ് കാറ്റഗറി. ഇനിയിപ്പം ഇതിൽ നിന്ന് ക്വിറ്റ് ചെയ്തിട്ട് നമുക്ക് ഡിസ്പ്ലേ വഴി റിപ്പോർട്ട് നോക്കാം. ഡിസ്പ്ലേ എടുക്കുക. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അക്കൗണ്ട്സ് എന്നുള്ള ഓപ്ഷൻ എടുക്കുക. അതിൽ കോസ്റ്റ് സെൻറ്റേഴ്സ് എടുക്കുക. കാറ്റഗറി സമ്മറി വേണമെന്നുണ്ടെങ്കിൽ അത് ക്ലിക്ക് ചെയ്താൽ മതി. പ്രൈമറി കോസ്റ്റ് കാറ്റഗറിക്കകത്ത് 2 കോസ്റ്റ് സെൻറ്റേഴ്സാണുള്ളത്. അക്കൗണ്ടിങ് ഡിപ്പാർട്ട്മെൻറ്റ് ആൻഡ് മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ്. അതിലേക്ക് വരുന്ന ക്ലോസിംഗ് ബാലൻസസ് കാണിക്കും. നമുക്ക് കോസ്റ്റ് സെൻറ്റർ ഡീറ്റെയിൽ വേണമെന്നുണ്ടെങ്കിൽ കോസ്റ്റ് സെൻറ്റർ ബ്രേക്കപ്പ് എടുക്കാം. എൻട്രി ചെയ്ത് നോക്കിയാൽ മതി. അപ്പം ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ ഓരോ ബ്രാഞ്ചസ് ഉണ്ടെങ്കിൽ എന്താണോ കോസ്റ്റ് സെൻറ്ററായിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് അത് വൈസ് നമുക്ക് നോക്കാൻ പറ്റും. ഇപ്പോൾ അക്കൗണ്ടിങ് ഡിപ്പാർട്ട്മെൻറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ വരുന്ന ബാലൻസ് എത്രയാണ് എന്നുള്ളത് ഡിസ്പ്ലേ ചെയ്യും. മാർക്കറ്റിംഗ് നോക്കണമെന്നുണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്ത് നോക്കിയാൽ മതി. വീണ്ടും എൻട്രി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്തൊക്കെ എക്സ്പെൻസസ് ആണ്, ഇപ്പോൾ സാലറി എന്നല്ല, അതിൽ വരുന്ന കോസ്റ്റ്സ് അല്ലെങ്കിൽ എക്സ്പെൻസസ് നമുക്ക് അതാത് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് എൻട്രി ചെയ്ത് കൊടുക്കാം. വീണ്ടും എൻട്രി ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് കിട്ടും. എൻട്രിയിലേക്ക് വരണം എന്നുണ്ടെങ്കിൽ ഇവിടെ എൻട്രി ചെയ്താൽ മതി, എൻട്രിയിലേക്ക് വരാം. ഇപ്പം ഇതിൻ്റെ ഓൾട്ടറേഷൻ വിൻഡോയും ഇത് തന്നെയാണ്. സാധാരണ വൗച്ചർ ഓൾട്ടർ ചെയ്യുന്ന പോലെ തന്നെ വൗച്ചർ ഓൾട്ടറേഷൻ വിൻഡോയിലാണ് നമ്മൾ ചേഞ്ചസ് ഒക്കെ വരുത്തുന്നത്. ഇവിടെ ചേഞ്ചസ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ കൊടുക്കാം, തന്നെ അക്സെപ്റ്റ് ചെയ്യുക. അതുപോലെ ഡിലീഷൻ വരുന്നതും ഇവിടെ തന്നെയാണ്. ഓക്കെ, ഇനിയിപ്പം നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഒരു കോസ്റ്റ് സെൻറ്റർ ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കോസ്റ്റ് കാറ്റഗറി ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തായിരിക്കണം ഫസ്റ്റ് ചെയ്യേണ്ടത്?
ആ പെർട്ടിക്കുലർ കോസ്റ്റ് കാറ്റഗറി അല്ലെങ്കിൽ ആ പെർട്ടിക്കുലർ കോസ്റ്റ് സെൻറ്ററിനകത്ത് ട്രാൻസാക്ഷൻസ് ഒന്നും പാടില്ല. അത് എം ടി ആയിരിക്കണം. എം ടി ആണെങ്കിൽ മാത്രമേ നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ എനിക്ക് മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് എന്നുള്ള കോസ്റ്റ് സെൻറ്റർ ഡിലീറ്റ് ചെയ്യണം. അപ്പോൾ എന്ത് ചെയ്യണം? ഫസ്റ്റ് നമ്മൾ അതിൽ വരുന്ന എൻട്രീസ് ഫസ്റ്റ് ഡിലീറ്റ് ചെയ്യണം. മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റിനകത്ത് ഒരു എൻട്രി മാത്രമാണ് നമ്മൾ എൻട്രി ചെയ്തിരിക്കുന്നത്. ഈ എൻട്രി ഡിലീറ്റ് ചെയ്താൽ മാത്രമേ അത് എം ടി ആവുള്ളൂ. അപ്പോൾ നമ്മളിവിടെ ഓൾട്ട് ഡി കൊടുത്തു, ഡിലീറ്റ് ചെയ്തു. ഇനിയിപ്പം ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതായത് ഒരു കോസ്റ്റ് സെൻറ്റർ ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ലെഡ്ജർ, സ്റ്റോക്ക് ഐറ്റം അങ്ങനെയുള്ളതൊക്കെ ഡിലീറ്റ് ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് അതിൻ്റെ പ്രൈമറി വിൻഡോയിൽ വരാം. അക്കൗണ്ട്സ് ഇൻഫോയിൽ കോസ്റ്റ് സെൻറ്റർ എടുക്കുക, അതിൽ ഓൾട്ടർ എടുക്കുക. മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റാണ് നമ്മൾ എം ടി ആക്കിയിരിക്കുന്നത്. എൻട്രി ചെയ്യുക, ഇവിടെ ഓൾട്ട് ഡി കൊടുക്കുക. അതായത് കോസ്റ്റ് സെൻറ്റർ ഓൾട്ടറേഷൻ വിൻഡോയിൽ ഓൾട്ട് ഡി കൊടുക്കുകയാണെങ്കിൽ ആ കോസ്റ്റ് സെൻറ്റർ ഡിലീറ്റ് ചെയ്തു. അപ്പോൾ കോസ്റ്റ് സെൻറ്റർ ഡിലീറ്റ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം? ആ പെർട്ടിക്കുലർ കോസ്റ്റ് സെൻറ്റർ യൂസ് ചെയ്തിട്ട് ചെയ്തിരിക്കുന്ന ട്രാൻസാക്ഷൻസ് എല്ലാം ഡിലീറ്റ് ചെയ്യണം. അതായത് എം ടി ആയിരിക്കണം. എം ടി ആണെങ്കിൽ മാത്രമേ ആ ഒരു പെർട്ടിക്കുലർ കോസ്റ്റ് സെൻറ്റർ ഡിലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് എടുത്തത് കോസ്റ്റ് സെൻറ്റർ ആൻഡ് കോസ്റ്റ് കാറ്റഗറി. അതെന്താണെന്ന് ഞാൻ ആദ്യം പറഞ്ഞു. അത് ആക്ടിവേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫീച്ചേഴ്സിൽ അത് ആക്ടിവേറ്റ് ചെയ്യുക. ഇപ്പോൾ കോസ്റ്റ് സെൻറ്റർ മാത്രം മതി എന്നുണ്ടെങ്കിൽ അത് മാത്രം ആക്ടിവേറ്റ് ചെയ്താൽ മതി. കോസ്റ്റ് കാറ്റഗറി കൂടി ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കോസ്റ്റ് കാറ്റഗറി എന്നുള്ള ഓപ്ഷൻ ഫീച്ചേഴ്സിൽ ആക്ടിവേറ്റ് ചെയ്യാം. പിന്നെ നമ്മൾ അതിൻ്റെ പ്രൈമറി ക്രിയേഷൻ വരുന്നത് അക്കൗണ്ട്സ് ഇൻഫോയിലാണ്. ഓൾട്ടറേഷൻ വരുന്നതും അക്കൗണ്ട്സ് ഇൻഫോയിലാണ്. ഡിലീഷൻ വരുന്നതും അക്കൗണ്ട്സ് ഇൻഫോയിലാണ്. അതുവൈസ് എൻട്രീസ് പാസ് ചെയ്യുന്നത് നമ്മൾ വൗച്ചർ ക്രിയേഷനിൽ തന്നെ, അക്കൗണ്ടിങ് വൗച്ചേഴ്സിൽ വൗച്ചർ ക്രിയേഷനിൽ നമ്മൾ എൻട്രീസ് പാസ് ചെയ്യുമ്പോൾ അതായത് ഓരോ ലെഡ്ജർ വൈസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിന് കോസ്റ്റ് സെൻറ്റർ വേണമെന്ന് ചോദിക്കും ക്രിയേറ്റ് ചെയ്യുമ്പോൾ. അതുപോലെ അത് എൻട്രീസ് പാസ് ചെയ്യുമ്പോൾ കോസ്റ്റ് സെൻറ്റർ കൊടുക്കാൻ പറയും. അന്നേരം നമുക്ക് കോസ്റ്റ് സെൻറ്റർ കൊടുക്കണമെന്നുണ്ടെങ്കിൽ അവിടെ ഓൾട്ട് സി വെച്ചിട്ട് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ ലിസ്റ്റിൽ നിന്ന് സെലക്ട് ചെയ്ത് എൻ്റർ ചെയ്ത് ആക്സെപ്റ്റ് ചെയ്യാം. കോസ്റ്റ് സെൻറ്ററിൻ്റെ ഡിസ്പ്ലേ കാണിക്കുന്നത് ഡിസ്പ്ലേയിൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അക്കൗണ്ട്സിലാണ്. പിന്നെ അതിൻ്റെ ഡിലീഷൻ വരുന്നത് അക്കൗണ്ട്സ് ഇൻഫോയിൽ ഓൾട്ടറിലാണ്. അപ്പോൾ അതിനു മുമ്പ് ആ ഒരു പർട്ടിക്കുലർ കോസ്റ്റ് സെൻറ്ററിൽ വരുന്ന ട്രാൻസാക്ഷൻസ് എല്ലാം ഡിലീറ്റ് ചെയ്താൽ മാത്രമേ ആ ഒരു പർട്ടിക്കുലർ കോസ്റ്റ് സെൻറ്റർ ഡിലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ലെഡ്ജറൊക്കെ ഡിലീറ്റ് ചെയ്യുന്ന പോലെ തന്നെ. ഓക്കെ, അപ്പോൾ കോസ്റ്റ് സെൻറ്റർ, കോസ്റ്റ് കാറ്റഗറി എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, താങ്ക് യു.